നമസ്കാരം. അമേരിക്കൻ ഐക്യനാടുകളിൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ റെക്കോർഡ് മറികടന്ന് മുന്നോട്ട് കുതിക്കുമ്പോൾ ലോക സാമ്പത്തിക വ്യവസ്ഥയെയും ഗ്ലോബൽ എയർ ട്രാൻസ്പോർട്ടിനെയും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. വിമാനയാത്രകൾ നിരന്തരം റദ്ദാക്കപ്പെടുകയും എയർപോർട്ടുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമാവുകയും ചെയ്ത ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനം രാഷ്ട്രീയജ്ഞതയും ഭരണകക്ഷിയുടെ അമിതാഭിമാനവുമാണ്. ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രധാന ആസൂത്രകൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ഭരണ നയങ്ങളെ രാഷ്ട്രീയ പ്രതികാരത്തിനും സ്വാർത്ഥ രാഷ്ട്രീയത്തിനും ഉപയോഗിച്ച വ്യക്തി. ട്രംപ് ഭരണകാലത്ത് തന്നെ ലോകം കണ്ടു എങ്ങനെ ഒരു ഭരണാധികാരി തന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് രാജ്യത്തിന്റെ നിയമത്തെക്കാൾ പ്രധാനമാക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനമോ മാനുഷികതയോ ഇല്ലാത്തവയായിരുന്നു. ട്രംപിന്റെ അനിയന്ത്രിതമായ നികുതി നയങ്ങളും കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളും പരിസ്ഥിതി കരാറുകളിൽ നിന്നും പിൻവാങ്ങലുകളും അന്താരാഷ്ട്ര വ്യാപാരത്തിലെ അസഹകരണത്വവും എല്ലാം ചേർന്ന് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർത്ത് നാമാവശേഷമാക്കി മാറ്റി. ഇപ്പോൾ നടക്കുന്ന ഷട്ട്ഡൌൺ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി നിലച്ചതോടെ ആയിരക്കണക്കിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും വിമാന പരിപാലന ജീവനക്കാരും നിശ്ചിത ശമ്പളമില്ലാതെ ജോലിക്ക് എത്താതായതോടെ എയർ ട്രാൻസ്പോർട്ട് മേഖല തന്നെ ആകെ താളം തെറ്റി. ലോകത്തിന്റെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ട്രംപിന്റെ അനാവശ്യ രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അമേരിക്കൻ എയർപോർട്ടുകൾ സാധാരണ ദിവസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയവയാണ്. അവിടെയുള്ള ജീവനക്കാരുടെ സമർപ്പണമാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സമയബന്ധിത യാത്രയ്ക്കും അടിസ്ഥാനം. എന്നാൽ ഇപ്പോൾ വിമാനങ്ങൾ വൈകുന്നു, പല റൂട്ടുകളും റദ്ദാക്കപ്പെടുന്നു, സുരക്ഷാ പരിശോധനകൾ വൈകി നടക്കുന്നു. ഇതൊക്കെ ട്രംപിന്റെ ഭരണപരമായ അലംഭാവം മൂലമാണെന്ന് യാത്രക്കാരും വ്യവസായികളും തുറന്നു പറയുകയാണ്. ആഭ്യന്തര വിമാന സർവീസിന്റെ ശേഷി 4 മുതൽ 10 വരെ ശതമാനം കുറയ്ക്കാനുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് വെള്ളിയാഴ്ച രാവിലെ പ്രാബല്യത്തിൽ വന്നിരുന്നു. നിലവിൽ സർവീസുകൾ 4% വെട്ടിക്കുറച്ചിരിക്കുന്നത്. നവംബർ 14 അത് 10% FAA അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ രാത്രി 10 വരെയുള്ള എല്ലാ യാത്രാ ചരക്ക് വിമാന സർവീസുകളെയും ഈ തീരുമാനം ബാധിക്കും. സാധാരണ അടച്ചിടൽ ബാധിക്കാത്ത അവശ്യ സേവന മേഖലയാണ് വ്യോമയാനം. മുന്നറിയിപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച തന്നെ വ്യോമയാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കുകയും മറ്റു ചിലത് പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ഫ്ലൈറ്റ് അവറിന്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച ദേശീയ തലത്തിൽ 780 വിമാനമാണ് റദ്ദാക്കിയത്. അടച്ചുപൂട്ടൽ 6ാം ആഴ്ചയിലേക്ക് നീണ്ടതിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റുകളെയാണ് പഴിക്കുന്നത്. അവരെ കാമിക്കാസി എന്നാണ് വിളിച്ചത്. 2ാം ലോക യുദ്ധകാലത്ത് ജാപ്പനീസ് വിമാനം ശത്രുപക്ഷത്ത് നടത്തിയ ചാവേർ ആക്രമണമാണ് കാമിക്കാസി. ഈ പേരിലാണ് ട്രംപ് അവരെ വിളിക്കുന്നത്. വിമാനയാത്ര താളം തെറ്റിയപ്പോൾ അതിന്റെ പരിതാപകരമായ പ്രതിഫലം വ്യാപാര മേഖലയെയും ബാധിച്ചു. അന്താരാഷ്ട്ര ബിസിനസ്സുകൾ സമയബന്ധിതമായ യാത്രകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതുപോലും ഉറപ്പില്ല. വിദേശ നിക്ഷേപകർ അമേരിക്കൻ വിപണികളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. ഗ്ലോബൽ മാർക്കറ്റുകളും അതിന്റെ ആഘാതം ബാധിച്ചു തുടങ്ങി. ട്രംപിന്റെ നയങ്ങൾ ലോക സാമ്പത്തികത്തിന്റെ ശാപം എന്ന് വേണം പറയാൻ. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം മുഴക്കി. എന്നാൽ വാസ്തവത്തിൽ ട്രംപ് ചെയ്തത് മേക്ക് അമേരിക്ക ഐസൊലേറ്റഡ് അഗെയിൻ എന്നതായിരുന്നു. വ്യാപാര യുദ്ധങ്ങൾ ആരംഭിച്ചും ചൈനയ്ക്കെതിരെ നിരന്തരം നിരോധനങ്ങൾ ഏർപ്പെടുത്തിയും ഇന്ത്യക്കെതിരെ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധങ്ങൾ തകർത്തും ട്രംപ് അമേരിക്കയെ അന്താരാഷ്ട്ര വേദികളിൽ പോലും ഒറ്റപ്പെടുത്തി. ഇന്ന് ഗവൺമെന്റ് ഷട്ട്ഡൌൺ മൂലം ലോക സാമ്പത്തികത്തിൽ പടർന്ന അസ്വസ്ഥത അതിന്റെ അവസാന ഘട്ടമാണ്. വാൾസ്ട്രീറ്റിൽ ഓഹരി വിപണി താഴ്ന്നു. എണ്ണവിലകളിൽ അനിശ്ചിതത്വം വർദ്ധിച്ചു. വിദേശ വിപണികൾക്കു നേരെ അമേരിക്കൻ പ്രതിസന്ധിയുടെ കറുത്ത നിഴൽ വീണു. ട്രംപിന്റെ സ്വാർത്ഥ രാഷ്ട്രീയ കളികൾ മൂലം ഇപ്പോൾ അമേരിക്കൻ ജനങ്ങൾക്കാണ് വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല. ട്രാൻസ്പോർട്ട് രംഗം തകർന്നു. വിമാനത്താവളങ്ങളിൽ നീണ്ട ക്യൂകളും പിരിമുറുക്കവും. സാധാരണ പൗരന്മാർ പോലും അതിനാൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ട്രംപ് ഭരണകാലത്ത് ജനങ്ങൾ കണ്ടത് ജനാധിപത്യ സംവിധാനത്തെ അവഗണിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ മുഖമാണ്. തന്റെ രാഷ്ട്രീയ അനുകൂലികൾക്കായി ഭരണഘടനയെയും നിയമങ്ങളെയും വളച്ചൊടിച്ച ഒരാളാണ് ട്രംപ്. ഇപ്പോഴത്തെ ഷട്ട്ഡൌൺ അതിന്റെ തുടർച്ച മാത്രമാണ്. ട്രംപിനെ പോലെയുള്ള അനിയന്ത്രിത ഭരണാധികാരികൾ ഭരണം തകർത്ത് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുമ്പോൾ മോദിയുടെ ഇന്ത്യ സംയമനത്തോടെയും ദീർഘകാല കാഴ്ചപ്പാടോടെയും മുന്നേറുകയാണ്. അതാണ് ശക്തമായ ഭരണത്തിന്റെ യഥാർത്ഥ മാതൃക. ട്രംപിന്റെ രാഷ്ട്രീയത്വത്തിന്റെ ഏറ്റവും വലിയ പാഠം ഭരണാധികാരികൾക്ക് രാഷ്ട്രം അവരുടെ വ്യക്തിപരമായ കളിസ്ഥലമല്ല എന്നതാണ്. നയങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ വിദ്വേഷം, മതവികാരങ്ങൾ, രാഷ്ട്രീയ പ്രതികാരങ്ങൾ എന്നിവ ചേർത്താൽ രാജ്യത്തിന് മാത്രമല്ല
ലോകത്തിനും നാശം വരുത്തുമെന്ന് ഈ ഷട്ട് ഡൗൺ തെളിയിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, അത് മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ദുരന്തമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ വിചിത്രതകളും ഭ്രാന്തൻ നിയമങ്ങളും അമേരിക്ക എന്ന മഹാശക്തിയെ തന്നെ കാൽമുട്ടിലിരുത്തിയിരിക്കുകയാണ് ലോകത്തിനു മുന്നിൽ. ട്രംപിന്റെ ഭരണരീതിയും ഷട്ട് ഡൗൺ മൂലമുള്ള സാമ്പത്തിക നാശവും ഒരു മുന്നറിയിപ്പാണ്. ഭരണാധികാരിയുടെ ഭ്രാന്തൻ നയങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു സാമ്രാജ്യത്തെ അപ്പാടെ തകർത്ത് ലോക സമാധാനം തന്നെ തകർക്കാമെന്ന പാഠം. ട്രംപിന്റെ അമേരിക്ക ഇന്നത് സ്വന്തം കൈയാൽ തന്നെ സൃഷ്ടിച്ച അന്ധകാരത്തിലേക്ക് വീഴുകയാണ്. ലോകം അത് കാണുന്നു. അധികാരഭ്രമം എങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്നു എന്നതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി അമേരിക്ക മാറുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച